ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ ഇനി മുതൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മതി എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാൻ പോകുന്നത്. ഇതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അടങ്ങുന്ന കമ്മിറ്റി ഒരു റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭയ്ക്ക് നൽകുകയും കേന്ദ്രമന്ത്രിസഭ അത് അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്രത്തിൻ്റെ ആഗ്രഹം രാജ്യത്തിന് മുതൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മതി എന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ ചെലവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നമുക്ക് 5 വർഷം കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-3 തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് ഇലക്ഷൻ അടക്കമുള്ളത് പിന്നീടാണ് ഉണ്ടാകുന്നത്. ഏകദേശം 3 തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഓരോ സംസ്ഥാനവും മിനിമം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ അത് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് നമുക്ക് മനസ്സിലാവുന്ന ശ്രമം. അതിൽ മറ്റെന്തെങ്കിലും ഗോപ്യമായിട്ടുള്ള, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉള്ളിലുള്ള എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്: സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, കേന്ദ്രം ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ ഗവൺമെൻറ് വലിയ സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം, പ്രാഥമിക ലക്ഷ്യമായി കാണുന്നത്. മറ്റതെല്ലാം അതിൻ്റെ മറ്റു രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടായേക്കാം. അത് ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്നിട്ടും കൂടി നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. ഇത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് വരും, ഇതിന് രീതിയിലൊരു നിയമനിർമ്മാണം വരുമ്പോൾ ഉറപ്പായിട്ട് പ്രതിപക്ഷം ശക്തമായ എതിർപ്പുമായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ്. ഇതൊരു ഫെഡറലിസത്തെ തകർക്കുന്ന ഒന്നായിട്ടായിരിക്കും മിക്കവാറും ഈ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ എടുത്ത് കളയുക, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പോലെ, അതായത് ഒരു രീതിയിൽ സംസ്ഥാനങ്ങൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഇത്തരം ചർച്ചകൾ ലോക്സഭയിൽ ഉണ്ടാവുക. നിശ്ചയമായും പ്രതിപക്ഷത്തിൻ്റെയും ഈ NDAയിലെ ഘടകകക്ഷികളെ പോലും വളരെ ശക്തമായ എതിർപ്പ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേന്ദ്രം ഇത് വളരെ ഇടപെടി നടത്തുന്നതെന്നല്ല, മുൻപേ തന്നെ കേന്ദ്രം ഇങ്ങനെ ചർച്ച NDA ഗവൺമെൻറ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, BJP ഗവൺമെൻറ് ആലോചിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം എന്നുള്ളത്. പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു, സംഭവിച്ചില്ല. ആ രീതിയിൽ പല പഠനങ്ങൾ നടത്തുകയും അതൊക്കെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ വളരെ ശക്തമായ ഒരു നീക്കത്തിന് BJP ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. അപ്പോൾ കേരളത്തിലൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഏകീകരിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് 3 വർഷം കൂടി അടുത്ത 2029 വരെ നീട്ടിക്കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സാധ്യത ഇനി മുതൽ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് 29 നടക്കും. അപ്പോൾ ഇനി അടുത്ത ഗവൺമെൻറ്റിന് 3 വർഷം മാത്രമേ കാലാവധി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നിയമം വന്നാൽ. അപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയാണെന്ന് ഉള്ള ഒരു രൂപരേഖ ഇതുവരെ വന്നിട്ടില്ല. ഇത് പ്രാഥമികമായ ഒരു അതിനൊരു സാങ്ഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഗവൺമെൻറ് അംഗീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് മറ്റ് നിയമവശങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. അത് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങൾ പല സമയങ്ങളിലാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതെങ്ങനെയായിരിക്കും ഗവൺമെൻറ് ഏകീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് കുറച്ച് നീട്ടിക്കൊടുക്കാം, മറ്റ് ഗവൺമെൻറ്റുകൾക്ക് കുറച്ച് കൊടുക്കാം. പക്ഷേ ഒരു കൃത്യമായ മാനദണ്ഡം അത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. എന്നാലും ഇതൊരു വലിയ വാർത്തയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. നമ്മൾ വൺ നാഷൻ എന്ന് പറഞ്ഞ് വേറൊരു വൺ കൂട്ടി പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ഒരു ക്യാമ്പയിനിലേക്ക് BJP പോവുകയാണ്. ഇത് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ ഇതിനെ കാണുക, പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്നാലും രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇനി ലോക്സഭയിലുണ്ടാവും, രാജ്യസഭയിലുണ്ടാവും. ഒരു വലിയ രീതിയിലുള്ള ഡിബേറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നത് സംശയമില്ല. വലിയ ശക്തിയാണ് ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിനുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ ശക്തമായി പ്രതിപക്ഷ നിരയിലുണ്ട്. രാജ്യസഭയിലാവട്ടെ വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും കേട്ടതാണ്. ഈ വർഷം ഇതിൽ ലോക്സഭയിൽ കൂടി വലിയ ശക്തി ഉണ്ട് പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇത് പാസ്സാക്കി കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. വലിയ ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ആ രീതിയിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എത്രത്തോളം ഇത് മുന്നോട്ട് BJP കൊണ്ടുപോകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ വാർത്ത വളരെ ശ്രദ്ധേയമാണ്. വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നൊരു ക്യാമ്പയിൻ BJP ഉയർത്തുന്നു. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിൽ സംശയമുണ്ട്. നമുക്കത് അവരെങ്ങനെ പ്രായോഗിക തലത്തിലെത്തിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വൺ നാഷൻ വൺ ഇലക്ഷൻ.